ഹലോ ഫ്രണ്ട്സ്. സോ നമ്മുടെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ടുള്ള തായ്ലാൻഡിലോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളും എങ്ങനെ പോകണം, എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഫുൾ ഐറ്റിനറിയാണ് നമ്മളിതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഐറ്റിനറി നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 5 days ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ഹലോ ഗൈസ്, so we are going to Thailand. ഓക്കെ, ഇപ്പോൾ ബോർഡിങ് കഴിഞ്ഞു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. സോ നമ്മുടെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ടർക്കി പോയത് നമ്മൾ ഏജൻസി എല്ലാം ബുക്ക് ചെയ്തിട്ട്, പക്ഷേ ഇത് നമ്മൾ സ്വന്തം ഐറ്റിനറിയൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ലെറ്റ്സ് സീ. ബൈ ബൈ. തായ്ലൻഡിലിപ്പോൾ വിസ ഓൺ അറൈവൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്രീ വിസയാണ്. വിസയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ ബാഗേജ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഇറങ്ങാം. ഹലോ ഗൈസ്, സോ നമ്മളിപ്പോൾ ഗ്രാൻഡ് പാലസിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്തു നിന്നാണ് നമ്മൾ രണ്ടിനും, അതായത് ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയ്ക്കും ഗ്രാൻഡ് പാലസിനും സെയിം എൻട്രൻസ് ആണ്. സോ നമ്മൾ ഭയങ്കര വെയിലാണ്. ഞാൻ വൈശാഖ് കൂടെ ഇപ്പോൾ ഇവിടുന്ന് നേരെ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയിലോട്ട് പോവുക. ഇതിന് പുറത്തൊക്കെ ഭയങ്കര ഭംഗിയുള്ള ആർക്കിടെക്ചറിലൊക്കെ ഉള്ള കുറേ ടെമ്പിൾ. ലാംഗ്വേജ് ആണ് പ്രശ്നം, നമുക്ക് ഓരോ വകയ്ക്ക് മനസ്സിലാവില്ല. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് കാണാം. ഗ്രാൻഡ് പാലസ് എൻട്രി ടിക്കറ്റ് പ്രൈസ് വരുന്നത് 250 ബാത്താണ്. ഇവിടെ തായ്ലൻഡിലെല്ലാം തായ് ബാത്തിലാണ് പറയുന്നത്. ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയ്ക്കും സെയിം ടിക്കറ്റിലൂടെ തന്നെ നമുക്ക് എൻട്രി കിട്ടും. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ സ്റ്റേയുടെ അടുത്തോട്ട് വന്ന് അവിടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്കൂട്ടി റെൻ്റ് എടുത്ത് വരാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. കാരണം നല്ല വെയിലും ചൂടുമായിരുന്നു. പിന്നെ ഗ്രാൻഡ് പാലസ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊന്നും ഞങ്ങൾ പറയില്ല. കാരണം ഇതിലും ഭംഗിയുള്ള ആൻഷ്യൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ ഫോട്ടോജനിക് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. രണ്ടും ഏറെക്കുറെ ഒരുപോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ആൻഷ്യൻ സിറ്റി കുറച്ചുകൂടെ ഭംഗി ഞങ്ങൾക്ക് തോന്നി. ഗ്രാബ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ക്യാബെല്ലാം ബുക്ക് ചെയ്തത്. നമ്മളത് ഫോണിൽ